ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകളോടും പ്രവൃത്തികളോടും വിയോജിപ്പുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ വോട്ടർ ലിസ്റ്റിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ നടപടി ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തെ തന്നെ താറുമാറാക്കാൻ തക്കവണ്ണം ഗൗരവമേറിയ വിഷയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ അധികാരമാണ് അവന്റെ വോട്ടവകാശം. ഇന്നത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ ആ ഒരു പവർ കൂടിയില്ലെങ്കിൽ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ എന്ത് വില? ആ അധികാരത്തെയാണ് ഇന്ന് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ഉന്നയിച്ച 1-2 കേസുകൾക്ക് മറുപടിയുമായി BJP രംഗത്തെത്തിയെങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആയിരക്കണക്കിന് കേസുകളുടെ സംശയ നിവാരണത്തിന് അത് ഉതകുന്നതല്ല. പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രതിരോധ കവചം തീർക്കുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്നും സത്യമല്ലാതാകുന്നില്ല. ആർക്കോ എവിടെയോ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് കാണിച്ചു തരുന്നത്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമക്കേട് നടത്തിയിട്ടുള്ളതെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണോ? ആണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി? ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയം ഇലക്ഷൻ സമയത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ ലിസ്റ്റിന്റെ പതിപ്പ് ലഭിക്കും എന്നുള്ള വസ്തുത നിലനിൽക്കെ വീട്ടു നമ്പറിലും അച്ഛന്റെ പേരിലുമൊക്കെ വരുന്ന ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ എന്തേ അന്ന് തന്നെ കണ്ടെത്തിയില്ല? ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഈ ക്രമക്കേടുകളുടെ ഉപഭോക്താക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ആകണമെന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി BJPക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ ഈ വോട്ടുകളെല്ലാം ലഭിച്ചിരിക്കുന്നത് BJPക്കാണ് എന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും രേഖകൾ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി എന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ രേഖകളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും അവൈലബിൾ ആയിരുന്നു. എന്നിട്ടും അതിലെ അപാകതകൾ കണ്ടുപിടിച്ച് പൊതുജനമധ്യേ അവതരിപ്പിക്കാൻ എന്തേ ഇത്ര കാലതാമസം? ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ രേഖാമൂലം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കുന്നില്ല? പൊതുജനമധ്യത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തെളിഞ്ഞു വരട്ടെ. കുറ്റക്കാർ ആരായാലും നടപടി ഉണ്ടാകട്ടെ. ജനാധിപത്യ സംവിധാനം തകരാതിരിക്കട്ടെ. അതല്ലെങ്കിൽ സിസ്റ്റം ഇങ്ങനെയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇതുവരെ കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവരും അതിന്റെ ഉപഭോക്താക്കളായിരുന്നു എന്ന് വേണം കരുതാൻ. അവിടെയും തോറ്റുപോകുന്നത് സാധാരണ പൗരന്മാർ തന്നെ.